നാളെ പെരുന്നാൾ പക്ഷെ ആകെ ടൈറ്റാണ്. ഇന്ന് രാത്രി ടർഫ് എടുക്കണം. ഞാനാണെന്ന് 5 മാസത്തിന് ശേഷം ഫുട്ബോൾ കളിക്കണം. പക്ഷെ അതിൻ്റെ മുന്നേ ഉമ്മയാണ് കോഴി വാങ്ങാൻ പറഞ്ഞത്. ആദ്യം അങ്ങ് പെട്ടെന്നാണ് നമ്മളത് അറിയുന്നത്. നാളെ പെരുന്നാൾ എത്ര ഇന്ന് ടാസ്ക് എന്ന് പറഞ്ഞ ഒരു കോഴി വാങ്ങലാണ്. കോഴിക്കടയിൽ ചെന്നപ്പോൾ റേഷൻ കടയിൽ തിരക്ക്. ഇതാണ് പെരുന്നാൾ തലേന്ന് ഉണ്ടാവുക. എന്ത് തിരക്കാണെങ്കിൽ നമ്മളെ പിടിപാട് വെച്ചൊരു 3 കോഴിനെ പിടിപ്പിച്ചു. കോഴി കിട്ടി മോനെ, നാളെ ഒരു ബിരിയാണി ഉണ്ട്. ആകെ ടൈറ്റ് ആണ്. വേഗം പോയി ഒരു ബൂട്ട് വാങ്ങണം. 5 മാസത്തിന് ശേഷം നമ്മൾ ഫുട്ബോൾക്ക് തിരിച്ചു വരും. അതിലാണ് നമ്മൾ ചങ്ങായി പറയുന്നത് ഈ ബൂട്ട് കൊണ്ടേക്കോ ഇതാകുമ്പോൾ കുറെ ഗോൾ അടിക്കാന്ന്. പെരുന്നാൾ തലേന്ന് ഡ്രസ്സ് എടുക്കാൻ ഓടാതെ ബൂട്ട് എടുക്കാൻ പോണ ആദ്യത്തെ മനസ്സിലാവും ചിലപ്പോൾ എന്താ ഓരോ ഭ്രാന്ത്. അത് കഴിഞ്ഞൊക്കെ ടർഫിക്ക് എത്തേണ്ട നേരം വൈകിക്കും. അല്ലെങ്കിൽ ഫുള്ള് പരാതി ഞാനൊന്നും വൈകിട്ടേ ടർഫിക്ക് വരുള്ളൂ. കോയൊക്കെ പാടെ അവിടെ ഇടയ്ക്ക് കൊണ്ടുപോയി വരുന്നു. ഞാൻ വേഗം നമ്മുടെ സോക്സും ബൂട്ടൊക്കെ പാടെ എടുത്ത് ഞാൻ ഇറങ്ങി. അതില്ലാതെ നമ്മളെ ഇമ്പായി വന്നിട്ട് ഇന്ന് വെച്ച് നേരം വൈകിക്കണോ വെച്ചിട്ട് നേരത്തെ വന്ന പെരുന്നാളെ കടയിൽ മിസൈലിന്റെ കടയിൽ നിന്ന് ദുബായിൽ നിന്ന് വന്നിക്കാണ്. ഇപ്പം ഈ സോക്സ് വലിച്ചേറ്റിനോടാണ് നമ്മളെ കസിൻ. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ കസിനൊന്നും നമ്മക്കില്ല. ഇപ്പം പിന്നെ വെറും ഷോ എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന്. എത്ര കഴിക്കാലും മണക്കുന്ന സോക്സ് ഇമ്പായി. അതിലാണ് ഇപ്പം പറയുന്നത് ഇത് കുടിച്ചാൽ കൂടുതൽ ഗോളടിക്കുക. ഞാനാണ് ഈ പുതിയ ബൂട്ടൊക്കെ ഇട്ടിട്ട് ആകെ വാമായിട്ട് നിൽക്കുക. ഓൻ പറഞ്ഞതിൽ കാര്യമില്ല. കളി തുടങ്ങിയതിൽ ഞാനടിച്ച പെരുങ്കളി ബോളൊന്നും കിട്ടില്ല. ഇന്ത്യക്ക് ആയിരിക്കും 1 മണിക്കൂറിലെ ടർഫിന് അരമണിക്കൂർ ടീം ഇട്ട് തല്ലൂടി. ലാസ്റ്റ് ബാക്കി അരമണിക്കൂർ കളി കളിച്ച് ഞങ്ങൾ കളിയുടെ ഇടയിൽ നമ്മളെ കസിനൊന്ന് ചെറുതായി വെല്ലുവിളിച്ചിരുന്നു. അതൊന്ന് ചെറുതായി പാടി. എല്ലാ നാട്ടിലെ പോലെ ഞങ്ങളുടെ നാട്ടിൽ ടർഫൊക്കെ തന്നെ. അപ്പൊ ബാക്കി നാളെ പെരുന്നാക്ക്